നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഈ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നൊക്കെ പറയുമ്പോൾ പലരുടെയും വിചാരം യൂട്യൂബിൽ നമുക്ക് എന്തോ ഭയങ്കര ഇൻകം കിട്ടും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങളുടെ സമയത്തിന് വിലയുണ്ട് എന്നാലും പറയാം, നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ വെറുതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടൈം പാസ് ആണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നൊരു ദിവസം ഞാൻ ഒരു ദിവസം പോലും അങ്ങനെ പറയാറില്ലല്ലോ. നിങ്ങൾ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളാൻ എന്നല്ലേ പറയുള്ളൂ. ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഈ വീഡിയോയ്ക്ക് പിന്നിലൊരു കഥയുണ്ട്. ഇന്ന് ഡിസ്കൗണ്ട് സെയിലാണ്. അടിപൊളിയായിട്ടുള്ള ഞാൻ ഈ സാരി ഡിസ്കൗണ്ട് സെയിലിന് ഇടുന്നതിന് മുന്നേ ഉണ്ടായൊരു കാര്യം പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ ഇങ്ങനെ സ്റ്റോക്ക് വെക്കുന്ന റൂമിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുക്കണോ വേണ്ടയോ, കൊടുക്കണോ വേണ്ടയോ, ഡിസ്കൗണ്ട് സെയിൽ അടിക്കണോ വേണ്ടയോ, ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഒന്നും ഓർക്കരുത്, ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നത്. ഡിസ്കൗണ്ട് സെയിലാണെങ്കിൽ തന്നാൽ പോരെ, അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച. അതെന്നാ ചോദിച്ചാൽ അത്രയ്ക്ക് നല്ല സാരിയാണ്, കശ്മീരി സിൽക്ക് സാരി. അപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ പുറകെ നമുക്ക് സെമി കാഞ്ചീപുരം സാരി വരുന്നുണ്ട്. അപ്പം കുറേ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പർച്ചേസിന് പോയിക്കുമായിരുന്നു കഴിഞ്ഞ വീക്കിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇച്ചിരി വന്നിട്ട് കുറച്ച് സിംഗിൾ പീസസ് ഉള്ളതൊക്കെ കൊടുക്കുന്ന കൂട്ടർ ഇതൊക്കെ അല്ലാതെ കൊടുത്താൽ പോലും ഉറപ്പായിട്ടും പോകേണ്ടതാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും, ഓരോ കസ്റ്റമർ അത് ഓരോ ടേസ്റ്റ് അനുസരിച്ചാണല്ലോ വരുന്നത്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ തീരുമാനിച്ചു, എൻ്റെ പോളിസി എന്നും ഒരു സാധനം വേസ്റ്റാക്കി കളയുന്നതിനോട് താല്പര്യമില്ലാത്തതാണ്. ആർക്കെങ്കിലും ഉപകരിക്കട്ടെ, വെറുതെ പോയാലും കുഴപ്പമില്ല, ആർക്കെങ്കിലും ഉപകരിക്കട്ടെ. വെറുതെ പോയാലും കുഴപ്പമില്ല, വെറുതെ പോകരുത്, ആർക്കെങ്കിലും ഉപകരിക്കട്ടെ എന്ന് ഓർത്താൽ. ഇത് നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് റേറ്റിനാണ്. ഇത് 1999 റേറ്റിലുള്ള സാരി ഇപ്പം 1190 അതാണ് ഇപ്പോഴത്തെ റേറ്റ് തരുന്നത്. നിങ്ങൾ പറ്റാവുന്നവരൊക്കെ വാങ്ങിച്ചോളൂ എന്നാണ് ഞാൻ പറയുന്നത്. കശ്മീരി സിൽക്കിൻ്റെ നല്ല സാരി ആയിട്ടുള്ള ഇതുണ്ട്. ഇത് വരും മുന്താണിയാണേ, ഇതിൻ്റെ മുന്താണി ഇങ്ങനെ നല്ലൊരു ഡിസൈനാണ്. ഇത് ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ പ്രിൻ്റാണ്. പക്ഷേ ഈ പ്രിൻ്റ് കണ്ടാൽ നമുക്ക് ഇതിനകത്ത് ഒരു ഹാൻഡ്ലൂം കാന്താ വർക്ക് ചെയ്തേക്കുന്ന ഒരു ഫീലൊക്കെ തോന്നിക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റഫാണ് ഏറ്റവും രസമായിട്ടുള്ളത്, നല്ല സിൽക്കി സ്റ്റഫ്. ഇത് വരും താഴത്തെ ബോർഡർ. ഇപ്പോൾ ഈ താഴത്തെ ബോർഡർ ഭയങ്കര വീതിക്ക് വരുന്നത് നല്ല ട്രെൻഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സാധനമാണിത്. ഒത്തിരി ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. അതെന്നാണെന്നറിയാം, അതിനൊരു മേളത്തെ ബോർഡറിന് നല്ല വീതി കുറവ്. അപ്പം ആ ഒരു പൊക്കത്തിൻ്റെ ഇഷ്യൂ, ഹൈറ്റിൻ്റെ ഇഷ്യൂ ഒട്ട് വരുത്തുമില്ല. ചിലർക്കൊരു വിചാരമുണ്ട് ബോർഡറിന് വീതി കൂടുതലാണ് നമുക്ക് ഹൈറ്റ് കുറവ് ഫീൽ ചെയ്യുന്നു, ഹൈറ്റ് ഇല്ലാത്തവർക്ക് അത് കുറച്ചും കൂടെ ഹൈറ്റ് കുറവ് ഫീൽ ചെയ്യുന്നു. പക്ഷേ താഴത്തെ ബോർഡറിന് മാത്രമേ ഇതുള്ളൂ, വീതി ബോർഡറുള്ളൂ. മേളത്തെ ബോർഡറിന് വീതി ഇല്ല. രണ്ടും കൂടെ ഒരുപോലെ വന്നാൽ ഇച്ചിരി ഹൈറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിങ്ങി തോന്നില്ല. ഇച്ചിരി പൊക്കം കൂടുതൽ ഓവർ പൊക്കം ഉള്ളവർക്ക് ഇച്ചിരി പൊക്കം കുറച്ച് തോന്നിക്കാനും നല്ലതാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ പല ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വന്നിട്ടൊരു ചില്ലി റെഡിൻ്റെ ഡാർക്ക് കളർ, മെറൂണിഷ് റെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ടൈപ്പിൽ ഇങ്ങനെ മാംഗോ ഡിസൈൻസ് പോയിരിക്കുവാണ്. കശ്മീരി സിൽക്കാണ്. നിങ്ങൾ കശ്മീരി സിൽക്ക് നിങ്ങൾ നോക്കി അറിയാം. ഏറ്റവും കുറഞ്ഞത് 3000, 2500 അങ്ങനത്തെയൊക്കെ റേറ്റിലാണ് ഇറങ്ങുന്നത്. ഇതുപോലും 1999 പ്യുവർ ഒറിജിനൽ റേറ്റ്. പിന്നെ അന്യ സംസ്ഥാന ഭാഷയൊക്കെ എഴുതി വേറെ സ്ഥലത്തുനിന്ന് വരുന്നതിൻ്റെ അടയാളങ്ങളാണ് ഇതൊക്കെ. ഇതാണ് സാരി. ഉണ്ടാവും അടിപൊളിയായിട്ടുള്ള ഇതിൻ്റെ ആ ഒരു സ്റ്റഫ് എന്ന് പറഞ്ഞാൽ സിൽക്ക് സ്റ്റഫ് എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്ന ഒരു കൂടിയ പട്ട് സാരി അതാണ് പട്ട് സാരികൾ. പട്ടും പൊന്നും പെണ്ണിൻ്റെ വീക്ക്നെസ് ആണെന്നൊക്കെ ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉള്ളവരുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പം അതിനൊരു ആ പട്ടുനൂൽ നെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രത്യേകത, അത് ഉടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫീല്, അതൊക്കെ പ്രത്യേകത തന്നെയാണ് അല്ലേ. ഇത് വന്നിട്ട് ഈ ഭാഗം വരുമ്പം ഈ അകത്ത് പോകുന്ന ഈ ഭാഗമില്ലേ, അത് വരുമ്പോൾ വീവിങ് ആണേ. ഇത് വീവിങ്, താഴേക്ക് പ്രിന്റ്, എന്നിട്ട് താഴെ ഒരു ഈ എവിടെ കരുന്ന കളർ ഏതാണ് ആ കളറിൻ്റെ ഇതായിട്ടുള്ള സെറി ഗോൾഡ്. ഇതിപ്പം ഒരു റെഡിഷ് മെറൂൺ ഒരു കളറി വരുന്നതുകൊണ്ട് അതിൻ്റെ ഇതായിട്ടുള്ള സെറിയാണ് താഴെ വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്, കണ്ടോ, ബ്രൊക്കേഡ് ബ്ലൗസ്. നല്ല സോഫ്റ്റാണ് സാരി, എന്നും കൊണ്ട് ഫ്ലോയി അല്ല. പട്ടുസാരി തന്നെ, നല്ല പട്ടുസാരിയുടെ ആ അറിയാമല്ലോ സ്റ്റഫ് എങ്ങനെ ഇരിക്കുമെന്ന്. അതാണ് സാരി. ഡിസ്കൗണ്ട് സെയിലിൽ ഒരു സാരി കാണിക്കുമ്പോൾ ഞാൻ ഇത്ര ഒരിക്കലും വിശദീകരിച്ച് കാണിക്കാറില്ല, കാരണം വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കട്ടെ എന്നോർത്ത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്,
എല്ലാവർക്കും എല്ലാം ഉടുക്കാൻ പറ്റണം. ഇപ്പോൾ കാഞ്ചീപുരം സാരി എന്നൊക്കെ പറയുന്ന ഒരു നോർമൽ ആൾക്കാർക്ക് കാഞ്ചീപുരമൊക്കെ നമുക്ക് പറ്റുന്ന കേസല്ലപ്പ എന്ന് പറയുന്നവർക്കും ഉടുക്കാം. ഇത് കാഞ്ചീപുരം സാരി അല്ല കേട്ടോ. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ കാഞ്ചീപുരം സാരി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ റേറ്റ് കൂടുതൽ. കാഞ്ചീപുരത്ത് നെയ്യുന്ന സാരികൾ അതാണ് കാഞ്ചീപുരം സാരികൾ. അത് അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അത് നല്ല നെയ്തെടുക്കുന്ന സാരികൾ. ഇതുണ്ടോ, ഇത് വന്നിട്ട് ഒരു പീച്ച് ഷെയ്ഡ്, ഒരു ചാമ്പയ്ക്ക പീച്ചിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡായിട്ടേ കൂടെ ക്രീം പോയിരിക്കുന്നു. താഴത്തെ ബോർഡർ ഇങ്ങനെ വീതിയുള്ളത്, മുകളിലത്തെ ബോർഡർ ഇങ്ങനെ. എന്താ പറയുക, ഇത് നിവർത്തിട്ടില്ല. ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ ഒറ്റ പീസേ ഉള്ളേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ വേഗം വാങ്ങിച്ചോ എന്ന് ഞാൻ പറയാൻ കാര്യം ഇതാ. ഈ ഒരു സാരിക്ക് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് സെയിലാക്കിയേക്കാം എന്ന് വെച്ചത്. അതുപോലെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഫെസ്റ്റിവൽ സീസണിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ പുതിയ കളക്ഷൻസ് എല്ലാം ഓർഡർ കൊടുത്തു കഴിഞ്ഞു, പർച്ചേസ് നടക്കാൻ പോകുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴേ പുതിയത് വരുമ്പം നമ്മുടെ ഇപ്പോൾ സ്റ്റാഫിനാണെങ്കിലും ഒരു ടെൻഡൻസി വരും. ഇതാണ് എൻ്റെ ബ്ലൗസ്. എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഈ ഒരു ബ്രൊക്കേഡ് ബ്ലൗസാണ്. ഇത് വീവിങ് ആയി ബ്ലൗസ് പോയിരിക്കുന്നത്. ഈ ഒരു നമ്മുടെ ജക്വാഡ് വീവിങ് അല്ലെങ്കിൽ മറ്റേ മെഹന്തി ഡിസൈൻസിൽ വരുന്ന ഒരു വീവിങ്, നല്ലൊരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ആ ഒരു വീവിങ് വരുന്ന ബ്ലൗസും ആ ഒരു സാരിയും എല്ലാം കൂടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഇത് കിട്ടും. 1190 രൂപ. ഒറിജിനൽ റേറ്റ് 1190. പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്, നല്ലൊരു മാംഗോ പ്രിൻറ്റ് വരുന്നു. പറഞ്ഞു തെറ്റിപ്പോയി. ഒറിജിനൽ റേറ്റ് 1999. ഇപ്പോഴത്തെ ഡിസ്കൗണ്ടഡ് റേറ്റ് 1190. 1999 ആണ് ഒറിജിനൽ റേറ്റ്. അതായത് 2000 രൂപയ്ക്ക് 1 രൂപയുടെ കുറവ്. അല്ലേ, നല്ല കളറും കേട്ടോ, ആർക്കും ചേരുന്ന ഒരു കളറാണ്. അടുത്ത സാരിയുടെ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ നിങ്ങൾക്ക്? ഇത് എനിക്ക് ക്യാമറയിൽ ഞാൻ കാണുന്നില്ലാത്തതുകൊണ്ട്, ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വീഡിയോ കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. വീഡിയോയ്ക്ക് ശേഷം അറിയത്തുള്ളൂ. ഇതിൻ്റെ ആ ഒരു സിൽക്ക് ഫിനിഷിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടോ? കാഞ്ചീപുരം സാരിക്കുടെയൊക്കെ ഒരു റിപ്ലിക്ക പോലെയുള്ള കാഞ്ചീപുരം സാരി അല്ല കേട്ടോ. പിന്നെ ഞാൻ പറയാം, കാശ്മീരി സിൽക്കാണ്. അതിൻ്റെ ഒരു കാഞ്ചീപുരം സാരിക്കുള്ളൊരു ഗുണം എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെയ്റ്റ്ലെസ് ആണ്. ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വീഡിയോയിൽ കാണുമ്പോൾ. ഇതുണ്ടോ ബോഡി, ഇങ്ങനെ ഇരിക്കും ബോഡി. ഇവിടേക്ക് ഒരു കലങ്കാരി പ്രിൻ്റാണ് ബോഡിക്ക് ഫുള്ള് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ ആണ് ഷെയ്ഡ്. താഴേക്ക് വരുമ്പോൾ ഡാർക്ക് പിങ്ക്. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് ഒരു വീവിങ്ങും ചെയ്ത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരി. ഇതൊന്നും ഒത്തിരി ആയത് സാരിയോ ഒന്നുമല്ല. ഈ ഞാൻ പറഞ്ഞില്ല, ഈ വീതി സാരി ട്രെൻഡ് വന്നിട്ട് തന്നെ അധികം ആയില്ലല്ലോ. താഴത്തെ ബോർഡർ വീതി വന്നിട്ട് തന്നെ അധികം ആയില്ല. അപ്പോൾ അതിന് ശേഷം വന്ന സാരിയാണ്. ഇതുവരെ മുന്താണി കണ്ടോ, ആ സിൽക്ക് ഫിനിഷ് കാണാൻ പറ്റുന്നുണ്ടോ ശരിക്കും? അത് മനസ്സിലാകണം. അതാണ് ആ സ്റ്റഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ചിലതിൻ്റെ ആ സ്റ്റഫിനാണ് ഭയങ്കര പ്രത്യേകത വരുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാ കൂടിയ സാരികൾക്കും നമ്മൾ സ്റ്റഫിനല്ലേ വില കൊടുക്കുന്നത്. എല്ലാ സാരികൾക്കും ഇപ്പം ടസറാട്ടെ ജൂട്ടാട്ടെ എന്തുമാട്ടെ നമ്മൾ കൂടിയ സാരികൾക്കെല്ലാം വില കൊടുക്കുന്നത് അതിൻ്റെ സ്റ്റഫിനാണ്. കാരണം അതിൻ്റെ അത്രയും വില കൂടിയ സ്റ്റഫ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് ഓട്ടോമാറ്റിക്കലി ഒരു ലുക്ക് വരും. അതാണ് ഇതിനകത്ത് ഞാനും പറയുന്നത് നോക്കണമെന്ന്. ഇതാണ് ബ്ലൗസ്. ആ ഒരു ബോർഡർ, ആ ഒരു മുന്താണി, ഇതെല്ലാം കൂടെ കൂടുമ്പം എന്നാ ഒരു സ്റ്റൈലായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു. ബ്ലൗസിന് കൈക്ക് ബോർഡർ ഇല്ല, ഇങ്ങനെയാണ് ആ ഒരു ഫുൾ ബൂട്ടാസ് വരുന്നത്. ഇത് വീവിങ് ആണ്. നല്ല രസമല്ലേ? നല്ലൊരു ജക്വാഡ് വീവിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള സാരി. എനിക്ക് പിന്നെ ഇത് എന്നാന്നറിയാം, ഈ സാരിയോടുള്ള ഇഷ്ടം കൊണ്ടാട്ടോ. ഈ ഡിസ്കൗണ്ട് സാരിക്ക് ഇത്രയും വിശദീകരിച്ച് നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് വയ്ക്കോ, ഇത്രയും വിശദീകരിച്ച് ആരും പറയാറില്ല. കാരണം അത് ഒത്തിരി വിശദീകരിച്ച് പറഞ്ഞ് അത് നമുക്കല്ലാതെ സെയിൽ നടത്താൻ മാത്രം സെയിൽ വന്നാലില്ല. അതാണ് പ്രശ്നം. എന്നാലും എനിക്ക് ആ ഒരു ഇഷ്ടം കൊണ്ട് പറയുക. ഇതാ അടുത്തത്, അതിൻ്റെ തന്നെ ഗ്രീന്. ഇപ്പം കണ്ടത് നേവി ബ്ലൂ ആയിരുന്നു. ഇത് ബോട്ടിൽ ഗ്രീൻ വിത്ത് ബേൺഡ് ഓറഞ്ച്. കൂടെ അവിടെ ഇവിടെ ആയിട്ട് ഈ ബേൺഡ് ഓറഞ്ച് പോയിട്ടുണ്ട്. ആദ്യം കാണിച്ചേത്ത പോയിട്ടുണ്ട്. മുന്താണി ഇത് വരുമ്പോൾ ഇങ്ങനെ മുന്താണി ഉണ്ട്. താനി ആ ഒരു ബേൺഡ് ഓറഞ്ചിൻ്റെ നല്ല ഇപ്പോഴത്തെ ഹിറ്റ് കളറാണല്ലോ, ട്രെൻഡി ആയിട്ടുള്ള കളറാണ്. ആരോ പറഞ്ഞു ബേൺഡ് ഓറഞ്ചാണ് ഇപ്പോഴത്തെ ഹിറ്റ് കളർ. അത് പിന്നെ എല്ലാവരും ബേൺഡ് ഓറഞ്ചിൻ്റെ പുറകെയായി. റോസ് കാണിക്കാതെ അതിന് മുന്നേ ഇതൊന്ന് ബോഡിയിൽ വെച്ച് കാണിക്കാം. അത് മറ്റേത് കാണിക്കാൻ വിട്ടുപോയോ കാണിച്ചു നോക്കുന്നില്ല. ഒരേ സമയം തലച്ചോറിനകത്തൂടെ എത്രയൊക്കെ കാര്യങ്ങൾ ആ ചിന്തകൾ ഓടുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തൊട്ട് മുന്നേ ചെയ്ത കാര്യങ്ങൾ മറന്നുപോകും.
ഞാൻ ഈ സാരിയെ പറ്റി ചിന്തിക്കും. ഇപ്പോൾ വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്ത കാര്യം വരെ മെമ്മറി കൂടെ പോകും. അതൊക്കെ വരും അല്ലേ? എല്ലാവർക്കും ഉള്ളതാണ്. അതെ കണ്ടോ, നല്ല രസമല്ലേ? ഇനി ബ്ലൗസ് കാണിച്ചു തരാവേ. ഈ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിലല്ലോ വേറെ ബോർഡറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ സാരികൾക്കൊക്കെ ഇല്ലേ, കേരള സാരിയൊക്കെ ഉടുക്കേണ്ട വിഷുവൊക്കെ വരുമ്പോൾ അങ്ങനത്തേനും ഉടുക്കാം. ഒരു വെടിക്ക് 2 പക്ഷി ഒരു സിൽക്ക് സാരി കയ്യിലും ഇരിക്കും. ഞാനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ. മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഒരു സാധനം എടുക്കാൻ പോയിരുന്ന പല കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചു കൂട്ടും. ഇത് വേറൊരു ഡിസൈൻ. സാരി സെയിം, ഡിസൈൻ മാത്രം വ്യത്യാസം. റേറ്റ് സെയിം, മെറ്റീരിയൽ സെയിം, ഡിസൈനിൽ മാത്രം വ്യത്യാസം. നിങ്ങൾ ഫസ്റ്റിൽ ഒരു ഡിസൈൻ ചോദിച്ചു, ഒരു കളറും ചോദിച്ചു, അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഓപ്ഷൻ ചൂസ് ചെയ്യുക. കാരണം ഇതിന് റീസ്റ്റോക്ക് വരത്തില്ല. ഇതിനൊരു പീസും കൂടെ വേറെ സ്റ്റോക്കില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് വരും മുന്താണി. കണ്ടോ, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള മുന്താണി. എനിക്ക് ഈ സാരി കാണുമ്പോൾ കാശ്മീരി സിൽക്ക് എന്ന് പറഞ്ഞ് ഇത് പ്രിന്റ് ചെയ്ത് വന്ന സാരി ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കിത് കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നത് എനിക്ക് പണ്ടത്തെ ബിന്നി സിൽക്കിനെ ഓർമ്മ വരും. ബ്ലൗസ് കാണിച്ചു തരാവേ. ഇതിപ്പോൾ പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ, പീച്ച് ഷെയ്ഡ്. ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. എല്ലാത്തിനും ബ്ലൗസ് സെയിം. അതുണ്ടോ, നേവി ബ്ലൂ ആണ് മുന്താണിക്ക് വന്നിരിക്കുന്ന ആ ഒരു ഇത് ബ്ലൗസിന്. പിന്നെ ബോഡിയിൽ അല്ല മുന്താണിയിൽ ഈ ഒരു പീച്ച് കയറിപ്പോയിട്ടുണ്ട് ഡിസൈനായിട്ട്. അടുത്തത് വേറൊരു ഡിസൈൻ. പീച്ച് തന്നെയാണ്. ഇന്ന് കൂടുതലും പീച്ചും തന്നെയാണെന്ന് തോന്നുന്നു. പീച്ച് നേവി ബ്ലൂ ആണെന്ന് തോന്നുന്നു കൂടുതൽ. കണ്ട, ഇതും നല്ലൊരു ഡിസൈൻ. പിന്നെ ഇതിൻ്റെ വാഷ് ഡ്രൈ വാഷ് പാടുള്ളൂ. അല്ലെങ്കിൽ സ്വന്തം റിസ്കിൽ ഷാമ്പൂ വാഷ് ചെയ്തോ. ചാടിക്കറിയൊന്നും വാഷൊന്നും ചെയ്യണ്ട. പട്ട് സാരി ഒന്നും ആരും പെട്ടെന്ന് എവിടെ വീഴുന്ന വെച്ചായിരിക്കും വെളിയിൽ നിന്ന്. പട്ട് സാരി ഒന്നും ആരും അങ്ങനെ പെട്ടെന്ന് വാഷൊന്നും ചെയ്യത്തില്ല. ഡ്രൈ വാഷ് ചെയ്യത്തുള്ളൂ. എല്ലാവർക്കും അറിയാമല്ലോ. കശ്മീരി പട്ട് അടിപൊളിയാണോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, നല്ല കളറ് തോന്നിക്കും. ഞാനൊക്കെ ഒരു മീഡിയം കളറേ ഉള്ളൂ, ഒട്ടും ഫെയർ ആയിട്ടുള്ള കളറല്ല. അപ്പം എനിക്ക് പോലും ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ മിററുണ്ട്, വലിയൊരു മിററുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നത്. അപ്പം അതിനെ നോക്കുമ്പോൾ പോലും എനിക്ക് കളർ എടുക്കുന്ന നല്ലതായിട്ട് അറിയാം. കളർ തോന്നിക്കുന്നത് അത് ആ ഒരു സ്റ്റഫിൻ്റെ ഒരു ഭംഗിയാണ്. അതാണ് ആ പട്ടിൻ്റെ ഒരു ഇത്. പട്ടിന് നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നത്. പൊന്നിന് വില കൊടുക്കുന്നത് എന്താ, കണ്ടാൽ വലിയ ഭംഗി തോന്നുന്നത് ആ ഒരിണക്കം തോന്നുന്നത് കൊണ്ടും പിന്നെ റീസെയിൽ വാല്യൂ ഉള്ളത് കൊണ്ടല്ലേ. എന്താണ് ഇനി ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസ് എപ്പോഴും കാണിക്കേണ്ട ഒരു ഡിസൈനാണ് ബ്ലൗസ്. വീവിങ് ബ്ലൗസ് ആട്ടോ, ജിക്വാഡ് വീവിങ്. കുത്തിക്കൊള്ളുന്നതല്ല. ഇത് സൈഡ് ഇതാണ്, അകം ഇതാണ് നല്ല വശം. നല്ല കളറെടുപ്പുള്ള നല്ല പൊന്മനീല എന്നാ രസമല്ലേ. പണ്ടൊക്കെ പട്ടുസാരിയുടെ സങ്കല്പങ്ങളിലുള്ള ഒരു സാരിയാണ്. എൻ്റെയൊക്കെ ചെറുതിനെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ബിന്നി സിൽക്കിൻ്റെ സാരി, ഞാൻ ഇന്നും ഈ കഥ പറയുന്നു. എൻ്റെ ഹാനിയമ്മ മിസ് ഉടുക്കുന്നത് ബിന്നി സിൽക്കിൻ്റെ സാരി. അതിൻ്റെ കളറുകളൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. അതിലൊന്നാണ് ഈ നീല. കൊച്ചു പ്രായത്തിൽ ഈ നീലയൊക്കെ കാണുമ്പോഴുണ്ട് ഇങ്ങനൊരു ഇരിപ്പാണ്. ചെറിയ പ്രായത്തിൽ, സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലേ. അപ്പം മിസ്സുമാർ ഉടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഹീറോയിൻസ് അമ്മ, മിസ് അവരൊക്കെയാണ്. അപ്പം മിസ്സുമാർ ഉടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് ഭയങ്കര എന്തോ വലിയ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർ കുറെ കൂടെ എന്താ പറയുക, അവർ കുറെ കൂടെ പുതിയ ലോകത്തല്ലേ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ കാലത്ത് എന്ന് പറയാം അവരൊക്കെ ഉടുക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ എന്തോ സാധനം എന്നുള്ളത്. ഇത് മുന്താണി കണ്ടോ, എന്നാ രസമാണ്, നിങ്ങൾ നോക്ക് എന്ത് രസമാണ്. നല്ല മുന്താണിക്ക് നല്ല ലെങ്തിനാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് ബോഡി. നല്ല സോഫ്റ്റ് ആട്ടോ. എന്തോ അയ്യോ അടിപൊളി പട്ട്. ആ പട്ടിൻ്റെ ഒരു സാധനം അറിയണമെങ്കിൽ ചില കളറുകൾ അറിയണം. ചില കളറെ അത്രയ്ക്ക് അറിയത്തില്ല. പട്ടിൻ്റെ ഒരു ശരിക്കുള്ള ആ ഒരു ഫീല് കിട്ടണം, പട്ടുസാരി കൊടുത്ത ഫീല് കിട്ടണമെങ്കിൽ
നല്ല ഇട്ടിപ്പായിരിക്കും. കളർ കൂടുതലാണെന്നും വിചാരിക്കരുത്, കളർ കൂടുതലല്ല. ചിലതിന് കളർ വേണം, കളർഫുള്ളായിട്ടിരിക്കേണ്ട ഒക്കേഷൻസിൽ കളർഫുള്ളായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഓരോന്നിനും ഓരോ അഴക്. കളർ പേസ്റ്റൽ കളറിന് ഒരഴക്, ലൈറ്റ് ഷെയ്ഡിന് ഒരഴക്, ബ്ലാക്കിന് മറ്റൊരഴക് അല്ലേ. നമ്മളതിനെല്ലാം ആ രീതിക്ക് ഗെറ്റപ്പ് ചെയ്യണമെന്നേ. ഇപ്പം നമ്മൾ ഉടുക്കുന്ന സാധനം എന്താണോ, ഇപ്പം നമ്മൾ ഒരു ആൻറ്റിക് ഡിസൈനിലൊക്കെ വരുന്ന സാധനം ആ ഇതിന് ചേരുന്ന ഓർണമെൻറ്റ്സ് വലിയ പൈസ ഒന്നും മുടക്കി അങ്ങനെ ഹെവി ആയിട്ട് അതാണ് ഇഷ്ടമെങ്കിൽ അത് മുടക്കണം. ഞാൻ പറയട്ടെ, നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ മുടക്കാൻ നമ്മുടെ കൈ കാശുണ്ട് എങ്കിൽ നമ്മളത് ചെയ്യുക തന്നെ ചെയ്യണം. നമുക്കത് ഇഷ്ടമാണ്. ഇപ്പോൾ പോകുമ്പോൾ ഒരു ബാഗ്, ഒരു മോഡൽ ആഗ്രഹം തോന്നി, അത് വാങ്ങിക്കുക തന്നെ ചെയ്യണം. അത് ആർക്കും വേണ്ടി നമ്മൾ മാറ്റി വെക്കരുത്. എൻ്റെ പോളിസി അത്. ഞാൻ പറയുന്നത് അയ്യോ അത് നമുക്ക് അങ്ങനെ ചെയ്യരുത്. നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും അത് ചെയ്ത് എന്നെ പോകണം. അല്ലാതെ വേറെ ആരും അത് ചെയ്തു തരാൻ വരത്തില്ല. ഇതുണ്ടോ ബ്ലൗസ്? ഈ ബ്ലൗസിലെ ആ ഡിസൈൻ എന്നാ ഒരു നല്ല ഭംഗിയാണ്. നിങ്ങൾ നോക്ക്, നല്ലൊരു ഭംഗിയാണ്. എനിക്കതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ക്യാമറയിൽ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വീഡിയോ കഴിഞ്ഞാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. ചില സാരികൾ കാണിക്കുമ്പോൾ ഞാൻ വീഡിയോ കഴിയുമ്പോൾ ഓടിപ്പോവും കാണാനായിട്ട്, വീഡിയോ കാണാനായിട്ട്. ചിലതൊക്കെ പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആണ്. സാരിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നേരത്തിൻ്റെ സമയത്തിൻ്റെ കുറവ്. ഇപ്പം നീല കണ്ട പോലെ തന്നെ ഇതിപ്പം ഒരാൾ പറയുമായിരുന്നു ഇങ്ങനെ കൃഷ്ണൻ്റെ പട്ടെന്നൊക്കെ മഞ്ഞാന്ന് പറയല്ലേ, അങ്ങനത്തെ മഞ്ഞ കളറില്ലേ, നല്ല കൃഷ്ണൻ്റെ മഞ്ഞ എന്ന് പറഞ്ഞാൽ ആ ഒരു മഞ്ഞയല്ല, മാമ്പഴം മഞ്ഞ. ഇത് ആ ഒരു മഞ്ഞയല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ആ മഞ്ഞ അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ പറഞ്ഞതാ. ഈ മഞ്ഞ കളറ് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ വേണം, അത് ഭയങ്കര ഐശ്വര്യമാണ്, ഡ്രസ്സിലുള്ള ഐശ്വര്യമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം ഞാൻ ഓക്കെ, ഇതാണ് തനി മഞ്ഞ, ആ ഒരു മഞ്ഞ കളർ, നല്ലൊരു മഞ്ഞ കളറ്. പിന്നെ ഉണ്ടല്ലോ കളർ എടുപ്പുള്ള മഞ്ഞയാണ്, നല്ല കളർ എടുപ്പുള്ള മഞ്ഞ. മുന്താണി കാണിക്കണമെങ്കിൽ മുന്താണി കുറേ കൂടിയുണ്ട്, മൊത്തം തീർക്കണം. കണ്ടോ ഇത്രയുണ്ട് മുന്താണി. കണ്ടോ സാരി താഴത്തെ ബോർഡർ കണ്ടോ? ഹായ്, നല്ല ഇപ്പം എന്നെ കണ്ട നല്ല പ്രസരിപ്പല്ലേ? പറ, എന്നെ കണ്ട കോപ്രായം കാണിക്കുന്നു. എന്നെ കണ്ട നല്ല പ്രസരിപ്പ്, അത് എനിക്ക് തന്നെ തോന്നുന്നു. അതാ മഞ്ഞ കളർ ഇടുമ്പം മഞ്ഞ ഉന്മേഷത്തിൻ്റെ കളറാണെന്നാണ് പറയുന്നത്. നമ്മൾ എത്ര ഡള്ളായിട്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു അന്നത്തെ ദിവസം മഞ്ഞ ഡ്രസ്സ് ഇട്ട് പോയാൽ മതി. അപ്പം അതൊക്കെ അങ്ങ് മാറിക്കോളും. മഞ്ഞ കളറിന് അങ്ങനെ ഒരു ഇതുണ്ട്, ഐശ്വര്യം, ഉന്മേഷം, ഇതൊക്കെ തരും. ബ്ലൗസ് ഇതേത് ബ്ലൗസ് എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ല. ഏതാണോ മുന്താണിയുടെ കളറ് അത് വന്നിട്ട് ബ്രൊക്കേഡ്. ആ ടൈപ്പ് സാരി തീർന്നേ. ആ ടൈപ്പ് സാരി അത്ര എണ്ണം മാത്രമേ ഉള്ളൂ. ഇതാ ഇനിയിപ്പോൾ റോസ് ഗോൾഡിൻ്റെ ഒരു സാരി, ഇതും സിൽക്ക് സാരി തന്നെയാണ്. കണ്ടോ, റോസ് ഗോൾഡ് വിത്ത് ബോട്ടിൽ ഗ്രീൻ, നല്ല പറഞ്ഞ പോലെ. ഇത് റോസ് ഗോൾഡിനും ഈ പറഞ്ഞ എന്തോരം ഡിമാൻഡ്, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്ന, സോഫ്റ്റായിട്ട് ശരീരത്ത് ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന, എന്നാൽ എന്നെ ഇതാപ്പിക്കാതെ, എന്നാൽ പട്ട് സാരിയായിട്ട് നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന ആ ഒരു കോമ്പിനേഷൻ. എൻ്റെ ബ്ലൗസ് കൂടെ കാണിച്ചിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് ബ്ലൗസ്, ഉണ്ടോ? നല്ല രസമാണ് ടോപ്പ് വൺ പ്ലീറ്റ്സൊക്കെ ഇടാനായിട്ട്, അടിപൊളിയാണ്. റോസ് ഗോൾഡ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ, റോസ് ഗോൾഡിൻ്റെ ഇത് വന്നു കഴിയുമ്പോൾ തന്നെ ഒരു വേറെ ഒരു അല്ലേ, നമ്മുടെ ഇപ്പോൾ കലങ്കാരിക്ക് വേറൊരു ലുക്കല്ലേ എല്ലാവരും കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു സ്ഥാനമല്ലേ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ റോസ് ഗോൾഡിന് അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. മുന്താണി വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ വരും. ഇത് കുറേ കൂടെ സോഫ്റ്റാണ് സ്റ്റഫ്, മറ്റേതിനൊക്കെ ഇനിയും അതിൻ്റെ ഇതുമായിട്ട് ഇച്ചിരി ഡിഫറൻസാണ് സ്റ്റഫ്. ഇതിത്തെ പിടിക്കും. ഇത് വിചിത്ര സിൽക്ക് അല്ല. ഞാൻ വിചിത്ര സിൽക്ക് ഒരു ഉദാഹരണം, ഒരു ഉപമ മാത്രം പറയുന്നുള്ളൂ. വിചിത്ര സിൽക്കിൻ്റെ സ്റ്റഫെ പിടിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെയുള്ളൊരു വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത മനുഷ്യരില്ല. കാരണം അതിൻ്റെ ആ ഒരു കനവും അതിൻ്റെ ആ ഒരു ഗ്ലോയും അതിൻ്റെ പ്രൈസിൻ്റെ 3 ഇരട്ടി തോന്നിക്കുന്ന ഒരു ഫീലും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്റ്റഫായത്. പക്ഷേ ഇത് വിചിത്ര സിൽക്ക് അല്ല, ഇത് കാശ്മീരി സിൽക്ക് തന്നെയാണ്. കണ്ടോ ഒറ്റ ഒരു പീസ് മാത്രം, കളറും ഒന്നേ ഉള്ളൂ, പീസും ഒന്നേ ഉള്ളൂ, എല്ലാം ഒന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് കാശ്മീരി ജൂട്ട് മിക്സ് ആയിട്ടുള്ള ഒരു സാരി. ആ ഒരു ടൈപ്പ് സാരി ഒരെണ്ണേ ഉള്ളൂ. ഇത് കാശ്മീരി ജൂട്ട് സാരി എന്ന് പറയും. ഇത് കണ്ടോ, ഇതിനൊരു മറ്റേത് ബനാറസി ബോർഡറും കൂടെ വരും. മറ്റേതിനെ അപേക്ഷിച്ച് ഇത്തിരി ഒരു ബോഡിക്കൊരു കുറച്ചും കൂടി
കട്ടിയുണ്ട്. കട്ടി മീൻസ് ഓവർ കട്ടിയല്ല, ചാക്ക് പോലെ ഇരിക്കുന്നതല്ല, ആ ഒരു ജൂട്ടിൻ്റെ അറിയത്തില്ല എന്ന് പറഞ്ഞുള്ളത്. ഇത് ബോർഡർ വരുമ്പോൾ ബനാറസി ബോർഡർ, രണ്ട് സൈഡിലും ബനാറസി ബോർഡർ വന്നു. ഇതിപ്പോൾ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയും അതിൻ്റെ ലെമൺ യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള മുന്താണി. ഇത് വരും ബോർഡർ മുന്താണി നല്ല പറഞ്ഞേ മഞ്ഞയും ഇതും ഒന്നിച്ചുള്ള ബോഡി. ഞാൻ എന്തൊക്കെയായിരുന്നു പറയാം, ഞാൻ പറയില്ല ഇത് സമയത്ത് വേറെ കാര്യങ്ങൾ ചിന്തിക്കുമോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ സാരിയെ പറ്റി തന്നെ ചിന്തിക്കുന്നത്, മറ്റൊന്നും ചിന്തിക്കാൻ പോകുന്നതല്ല. മുന്താണിക്ക് ബോർഡറിനും മുന്താണി എന്ന് പറയും. കണ്ടോ, ബനാറസി വീവിങ് വരുന്ന നല്ല മുന്താണി. ബ്ലൗസും കൂടെ കാണാം, ബ്ലൗസ് പ്ലെയിൻ. ഇത് കണ്ടോ, ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഈ ഒരു ബോർഡറിൻ്റെ ഇത് തന്നെ ബുട്ടാസ് വരുന്ന ബോർഡർ, ആ ബോർഡർ തന്നെ കയ്യേൽ ബോർഡറായിട്ട് വരും. സാരിയുടെ ബോർഡർ തന്നെ കയ്യേ ബോർഡറായിട്ട് വരും. ബുട്ടാസ് വന്നിട്ട് ബ്ലൗസ്. കേട്ടോ, സാരി നിങ്ങൾ നോക്കാം. ഇത് താഴത്തെ ബോർഡറാണ് കേട്ടോ, ഞാൻ തിരിച്ച് കാണിക്കാവേ. ഇതാണ് മേളത്തെ ബോർഡർ, കറക്റ്റ് വീതിയല്ലേ. താഴത്തെ ബോർഡറിന് ഒരു പൊടിക്കൂടെ ഒരു ഇത്രയും കൂടെ ഒരു 2 പിഞ്ച് വീതി കൂടുതൽ. നല്ല സാരി, ഫുള്ള് വീവിങ് ആണ്. ഈ ബോഡി കാണുന്നത് ഫുള്ള് വീവിങ് ആണ്, അല്ലാതെ പ്രിൻ്റ് അല്ല. കണ്ടോ, ഫുള്ള് മേത്ത് കുത്തിക്കൊള്ളുന്ന വീവിങ് അല്ല, അല്ലാത്ത വീവിങ് ആണ് ചെയ്തിരിക്കുന്നത്. 1190 രൂപ ഒറിജിനൽ റേറ്റ്. 1999. 2000 രൂപയ്ക്ക് 100 രൂപ. എത്ര രൂപയുടെ കുറവാ? 1 രൂപയുടെ കുറവ്. കണക്കിന് ഞാൻ പിടിക്കുക. അതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ, സെയിം റേറ്റ്, എല്ലാം സാരിയുടെ ഡിസൈനും കളറും മാത്രം വ്യത്യാസം. ഇതിൻ്റെ കളർ ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഒരു ഒനിയൻ പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളറിൻ്റെ ബോഡി, നേവി ബ്ലൂ വരുന്ന മുന്താണി, നേവി ബ്ലൂ വരുന്ന ബോർഡർ, മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ. ഇപ്പം നിങ്ങളൊരു ലൈൻസ് കണ്ടില്ലേ, ഇത് ഏറ്റവും അകത്ത് പോകുന്ന ഭാഗം കേട്ടോ. ഞാൻ ബ്ലൗസ് കാണിക്കാവേ. ഇതാണ് മുന്താണി. ബോഡി ഇങ്ങനെ ഇരിക്കുമ്പോൾ സാരിയുടെ എന്നാ വില തോന്നിക്കുന്ന ഒരു സാരിയാണെന്നറിയാം. ഇത് എനിക്കറിയത്തില്ല, എങ്ങനെ മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. കയ്യിൽ കിട്ടി 1 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ കുറേ കൂടെ നല്ലതാ. എങ്ങനെ വേണേലും കൊടുക്കാം. ഇത് ഞാൻ നോക്കട്ടെ, ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് വെക്കല്ലേ, അങ്ങനെ കൊടുക്കാനും നല്ലതാണ്. അടിപൊളിയായിട്ടുള്ള സാരി. ഇനി ബ്ലൗസ് ഒന്ന് കാണിക്കാം, ഒരു മിനിറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞത് ഇത് എന്നാ അകത്ത് പോകുന്ന ഭാഗം, ഇത് ബ്ലൗസ് ആട്ടോ. മറ്റേ അതിന് മുമ്പേ കാണിച്ച സാരിയുടെ ഓർമ്മയ്ക്കാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കോപ്പർ വീവിങ് ലൈൻസ് പോകുന്നുണ്ട്. എന്നിട്ട് ഇതാണ് നല്ല വശം അല്ല, ഇത് ബോർഡറായിട്ട് കയ്യേ വരും. അതാണ് ബ്ലൗസ്. ഒനിയൻ പിങ്ക് ഷെയ്ഡ്, ഒനിയൻ പിങ്ക് ആണ് കൂടുതൽ നിൽക്കുന്ന ഷെയ്ഡ്. ചെറിയൊരു പീച്ചിൻ്റെ അംശമൊക്കെ തോന്നിക്കും. ഇത് കണ്ടോ, അടുത്ത ഡിസൈൻ. ഇത് ബാക്കിയെല്ലാം സെയിം ആണ്, ഡിസൈനിലും കളറിലും മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഒരു രാമാഗ്രീനുണ്ട്, നല്ല ഒരു വൈനിൻ്റെ ഒരു ഷെയ്ഡുണ്ട്, പല ഡിസൈൻ പല കളേഴ്സ് ഇത്തിരി കൂടി പോകുന്നുണ്ട്. പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് പോകുന്നുണ്ട്, പല ഇതായിട്ടുള്ള പ്രിൻ്റാണ്. ബോർഡർ ബനാറസി ബോർഡർ, എല്ലാത്തിൻ്റെയും ബോർഡർ ബനാറസി ബോർഡറാണ്. ഇത് കണ്ടോ, നല്ലൊരു വൈൻ ഷെയ്ഡ് വരുന്ന ബനാറസി ബോർഡർ. മുന്താണി കാണിച്ചു തരാവേ. മുന്താണി സെയിം എല്ലാത്തിനും. ഇത് കണ്ടോ, ഇങ്ങനെ ഫുള്ള് വീവ് ചെയ്തിട്ട് അവിടെ മുന്താണിക്ക് ഒരു ബുട്ട കൊടുത്തിരിക്കുക ബോഡിയുടെ കളറുമായിട്ട്. നല്ല സാരിയാണ്. ബ്ലൗസ് ഒന്ന് കാണിച്ചു തരാം. ബ്ലൗസ് അത് ഇപ്പം കാണിച്ച സാരിയുടെ പോലെ തന്നെ ഈ ഒരു വൈൻ ഷെയ്ഡിൽ ലൈൻസ് വരുന്നത്, അതിൻ്റെ അറ്റത്ത് ബോർഡറും കൂടെ വന്ന ഈ ഒരു ബോർഡറും കൂടെ വന്നിട്ട് ഉള്ള ബ്ലൗസ്. നല്ല സാരിയാണ്. ഇത് എണ്ണം കുറവാണല്ലോ എന്നാണ് എൻ്റെ വിചാരം. എല്ലാ സാരിയും നമുക്ക് ഓൺലൈനിൽ കാണിയിൽ നടക്കത്തില്ലല്ലോ. എണ്ണം ഉള്ള സമയത്ത് കാണിക്കൽ നടക്കത്തില്ല, കാണിക്കുമ്പോൾ ചിലപ്പോൾ എണ്ണമില്ല, അന്നേരം റിഡക്ഷനൊക്കെ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് നല്ല ഇതാ. അടുത്തത് ലൈറ്റും ഡാർക്കും കൂടെ കോമ്പിനേഷനായിട്ട് വന്നിട്ട് ഇതിപ്പോൾ ഒരു സാൻഡൽ, അങ്ങനെ സാൻഡൽ ഒരു ബേജ് ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ബ്രിക്കിൻ്റെ കളറാണ് ബനാറസി ബോർഡറായിട്ട് വരുന്നത്. ആ ബ്രിക്ക് തന്നെയാണ് ബോഡിയിലും പോയിരിക്കുന്നത്. പറഞ്ഞറിയിക്കത്തില്ല,
അത്ര നല്ല കോമ്പിനേഷനാണ്. അതായത് ഈ കോമ്പിനേഷൻസ് നമ്മൾ ബനാറസി സാരിയിലെല്ലാം കാണുന്നതാണ്. പക്ഷെ ഒരു വെറൈറ്റി, സിൽക്ക് മെറ്റീരിയൽ വ്യത്യാസം, പിന്നെ ഈ പറഞ്ഞ പോലെ റേറ്റ് ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്ന പോലെ ഭയങ്കര കനമല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സോഫ്റ്റാണ്. ബ്ലൗസ് വന്നിട്ട് മുമ്പേ കാണിച്ച സാരിയുടെ പോലെ, ആ ഫസ്റ്റിലത്തെ സാരിക്ക് മാത്രമേ ഉള്ളൂ ബ്ലൗസ് വ്യത്യാസപ്പെട്ട്. ഈ സാരിയുടെ എല്ലാം ഇങ്ങനെ താഴോട്ട് ലൈൻസ്. അപ്പം തെറ്റിപ്പോയില്ലല്ലോ അല്ലേ, തെറ്റിപ്പോയി പറഞ്ഞത്. ഇതിൻ്റെ ബുട്ടാസാണ് ഇത് കാണുന്നത്, ബുട്ടാസിൻ്റെ വീവിങ് ആയി കാണുന്നത് കേട്ടോ. വേണ്ടോ? അപ്പോൾ എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയായിരുന്നു. ഇഷ്ടമുള്ള രീതിക്ക് തയ്ച്ചോ. ലൈൻസ് വേണ്ടവർക്ക് ലൈൻസ് തയ്ക്കാം. എന്നാന്ന് പറഞ്ഞാൽ അതിന് അകമ്പറം ഒന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ വീവിങ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മിടുക്ക ഞാൻ മനസ്സിൽ ഓർത്ത് അന്നേരം പെട്ടെന്ന് ഞാൻ ഓർത്തതാ. നമുക്ക് പോലും തിരിച്ചറിയാത്ത രീതിക്ക് അവരത് വീവ് ചെയ്തെടുക്കണമെങ്കിൽ അകമ്പറം പോലും തിരിച്ചറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരിതല്ലേ. എന്നാ കോമ്പിനേഷനാണ്, നിങ്ങൾ നോക്ക്. കണ്ടോ, ഇന്ന കോമ്പിനേഷനാ. ഏത് കളർ ഇതുള്ളവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും നല്ല ഒന്നാന്തരമായിട്ട് സ്റ്റൈൽ ചെയ്യാം. നല്ല രീതിക്ക് ആ സാരി ഉടുക്കണം. അതാണ് എൻ്റെ ഒരാഗ്രഹം. ചുമ്മാ വലിച്ചു വാരി ചിലരൊക്കെ സാരിയൊക്കെ കൊടുത്തേ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ എന്തെങ്കിലും വയ്യായികയൊക്കെ ഉള്ളപ്പോഴായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മളിപ്പോൾ സാരി സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പോകത്തില്ലായിരിക്കാം. പക്ഷേ സാരിയെ, ചില നല്ല സാരിയെ ഏത് സാധനം കൈ കിട്ടിയാലും അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മേന്മ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഡിസ്കൗണ്ട് സെയിലാണ്. ഇതിന് ഒറ്റ പീസേ ഉള്ളൂ, സിംഗിൾ പീസേ ഉള്ളൂ. ഒരു പീസും കൂടെ ഇല്ല. റീസ്റ്റോക്ക് ഒരു കാരണവശാലും ഇല്ല. ഇതെല്ലാം സ്ഥിരം വരുന്ന ചോദ്യങ്ങളായതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് മറുപടി പറഞ്ഞതാ. അതുപോലെ റിട്ടേൺ, റീഫണ്ട്, എക്സ്ചേഞ്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. നല്ല നല്ല പ്രോഫിറ്റിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇഷ്ടമുള്ളവർ വേഗം തന്നെ വാങ്ങിക്കോളൂ. ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയല്ലേ, പിണങ്ങരുത്. ഹോൾഡ് ചെയ്ത് കരുന്ന് പറയുമ്പോൾ അവസ്ഥ അതായതുകൊണ്ടാണ്. നമുക്കിത് സെയിൽ നടത്തി ഇതിനെ അങ്ങ് ഇതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അപ്പം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇല്ലാതെ പോകും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റ. പിന്നെ സൺഡേ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട്. 3XL പ്രത്യേകം കാണുക. അവർ ചോദിച്ചിട്ട് ഒത്തിരി ചോദിച്ച ഇഷ്ടപ്പെട്ട ബ്ലൗസ് 3XL സൈസിൽ വന്നിട്ടുണ്ട്. ഇതെന്താ ഞങ്ങൾക്ക് വേണ്ടേ എന്നൊക്കെ ചോദിച്ചവർ കാണണം കേട്ടോ. താങ്ക് യു.